I'm Aishwarya. I would like to take her class on the topic litter production and decomposition in mangroves, which is a review. So, ഈ റിവ്യൂയുടെ ഓതേഴ്സ് എന്ന് പറയുന്നത് മഹമ്മൂദ് ഹുസൈൻ ആൻഡ് AK ഫസ്ലുൽ ഹുക്ക് എന്ന് പറയുന്ന ആളുകളാണ്. ആൻഡ് ജേണൽ വോളിയം ആൻഡ് ഇഷ്യൂ ജേണലിൻ്റെ പേര് ഇന്ത്യൻ ജേണൽ ഓഫ് ഫോറസ്ട്രി, വോളിയം 31/2/227 to 238 in the year 2008. Then significance of the study. First of all, litter production, what is litter means? It is the shedding of vegetative and reproductive plant parts caused by the senescence or stress or mechanical factors like wind or temperature, so on. Okay. So litter production നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. So it is an indicator of the primary productivity and it is important for nutrient cycling and export of nutrients and organic detritus to the estuarine ecosystem. So litter production means primary productivityയുടെ ഇൻഡിക്കേറ്റർ ആണെന്ന് പറയുന്നത്. ആൻഡ് അവരുടെ റോൾസ്, ദാറ്റ് ഈസ് ന്യൂട്രിയൻ സൈക്ലിങ്ങിൽ, അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെയും ഓർഗാനിക് ഡെട്രിറ്റസിൻ്റെയും എക്സ്പോർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള significant ആയിട്ടുള്ള റോൾ ഉണ്ട്. ആൻഡ് ഇൻ മാംഗ്രോവ്സ് ലിറ്റർ പ്രൊഡക്ഷൻ ഈസ് അബൌട്ട് 30-60% ഓഫ് ദ ടോട്ടൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എൻ്റയർ പ്രൈമറി പ്രൊഡക്ടിവിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് 30-60% ആണ് ലിറ്റർ പ്രൊഡക്ഷൻ വരുന്നത്, മാംഗ്രോവ്സിൻ്റെ ലിറ്റർ പ്രൊഡക്ഷൻ വരുന്നത്. ആൻഡ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇഫക്റ്റ് ഓൺ ഡെട്രിറ്റസ് ബേസ്ഡ് ഫുഡ് വെബ്സ് ഇൻ ദ കോസ്റ്റൽ എൻവയോൺമെൻറ്റ് ആൻഡ് കോസ്റ്റൽ ഫിഷറീസ്. That is significant effect on the detritus based food webs. Detritus based food webs എന്ന് പറയുന്ന സമയത്ത് that is detritus ആവുന്നത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ബാക്ടീരിയാസ്, ദാറ്റ് ഈസ് certain bacterias are there, certain organisms are there which are completely depending on this litters. Okay, ഇങ്ങനെയുള്ള ഏരിയാസിൽ ജോഗ്രഫിക് ലിറ്റേഴ്സ് കാണുന്ന, ദാറ്റ് ഈസ് മാംഗ്രോവ്സിൻ്റെ ലിറ്റേഴ്സിൽ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്, ഓർഗാനിസംസ് ഉണ്ട്. സോ അവരുടെ ഫുഡ് സൈക്കിളിൽ, ഫുഡ് വെബിൽ, അതുപോലെ തന്നെ കോസ്റ്റൽ എൻവയോൺമെൻറ്റ് ആൻഡ് കോസ്റ്റൽ ഫിഷറീസ് അവിടെ കാണുന്ന ഓർഗാനിസംസ്, ദാറ്റ് ഈസ് ക്രാബ്സ് ആവാം, അതുപോലെ ചില സ്പൈഡേഴ്സ്, ദാറ്റ് ഈസ് മരത്തിൻ്റെ മുകളിൽ കാണുന്ന ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ ഫിഷസ് ആവാം. ഇവർക്കൊക്കെ എന്തുണ്ട്, ഇതിൻ്റെ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ന്യൂട്രിയൻ സൈക്കിൾ, അവരുടെ ഫുഡ് വെബ്സിൽ വളരെയധികം റോളുണ്ട് എന്നാണ് പറയുന്നത്. So the amount of litter production and amount of nutrients and organic matter released during the process of decomposition play an important role in the nutrient cycling, tree productivity and mangrove related food chain. That is litter production-നും അതിൻ്റെ ഡികമ്പോസിഷനും സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററും ന്യൂട്രിയൻസും അതിൻ്റെ റോൾസ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. എന്തിലൊക്കെ? ന്യൂട്രിയൻ സൈക്ലിങ്ങിൽ, അതുപോലെ തന്നെ ട്രീ പ്രൊഡക്ടിവിറ്റിയിൽ, അതുപോലെ മാംഗ്രോവ് റിലേറ്റഡ് ഫുഡ് ചെയിൻസ്. ഞാൻ പറഞ്ഞു മാംഗ്രോവ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുന്ന വളരെ കുറേ ഓർഗാനിസംസ് ഉണ്ട്. അവിടെ ഒരു അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോൺ അവിടെ ഉണ്ടാവും. സോ ദാറ്റ് ഓൾ ഓർഗാനിസംസ് ആർ കംപ്ലീറ്റ്ലി ഓർ എൻറ്റയർലി ഡിപ്പെൻഡൻ്റ് ഓൺ ദീസ് detritus or litter production. Then objective of the study. This study aims at identifying the possible factors affecting litter production and decomposition in mangroves from available published literature. So ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് പോസിബിൾ ഫാക്ടേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ലിറ്റർ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഡികമ്പോസിഷനും എഫക്റ്റ് ചെയ്യുന്നുള്ള എന്താണ് ഫാക്ടേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. Then study site and geographical location. Available data of litter production are plotted at different range of latitude with major mangrove species and describes that different mangroves show different rate of litter production in a particular place and litter production rate of a particular species varies with geographical locations. എന്ന് വെച്ചാൽ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്റ്റീവ് ഇൻഫോർമേഷൻ ആണ്. എന്ന് വെച്ചാൽ വേരിയസ് ജോഗ്രഫിക്കൽ ഏരിയാസിലുള്ള മാംഗ്രോവ്സിൻ്റെ ലിറ്റർ പ്രൊഡക്ഷൻ ഇസ് ഡിഫറെൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ ഏരിയാസ്. ഓക്കെ, അതിൽ വരുന്ന കുറച്ച് സ്പീഷീസിൻ്റെ പേരാണ് ലീഫ് ലിറ്റേഴ്സ് ഓഫ് ബ്രുഗിയേര പാരിഫ്ലോറ ഇൻ ഹിഞ്ചിൻബ്രൂക്ക് അയോലൻ ഓസ്ട്രേലിയ, കോല സെലാങ്കോർ ഇൻ മലേഷ്യ, അവിസീനിയ മാരിന ഇൻ ക്യൂൻസ്ലാൻഡ് ഓസ്ട്രേലിയ, അൽഖോർ ഖത്തർ എക്സെട്ര. ദെൻ മെത്തഡോളജി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ദിസ് ഈസ് എ റിവ്യൂ ദാറ്റ് കണ്ടെയ്ൻ കമ്പാരിസൺസ് ബിറ്റ്വീൻ various studies. A collective information is provided here by comparing the data from different sources. Different sources
ഡാറ്റാസ് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു കളക്റ്റീവ് ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ ഗ്രൂപ്പ്ഡ് ഡാറ്റ അനാലിസിസ് ബൈ പ്ലോട്ടിംഗ് ഗ്രാഫ്സ് ഓഫ് ലാറ്റിറ്റ്യൂഡിനൽ വേരിയേഷൻ ഇൻ ലിറ്റർ പ്രൊഡക്ഷൻ ബൈ ഡിഫറെൻറ്റ് മാംഗ്രോ സ്പീഷീസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ ഡിഫറെൻറ്റ് ആൾട്ടിറ്റ്യൂഡ്സ് എക്സെട്ര. സോ അവിടെ ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റ അനാലിസിസ് ആണ് ബൈ പ്ലോട്ടിംഗ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ് ഓഫ് ലാറ്റിറ്റ്യൂഡിനൽ വേരിയേഷൻ ഇൻ litter production by different mangrove species, different places and different altitudes. ഇതൊക്കെയാണ് വേരിയേഷൻസ് ഉണ്ടാവാനുള്ള ക്രൈറ്റീരിയ. സോ നമ്മൾ അതിൻ്റെ എന്താ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ദ ലിറ്റർ പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ഡികമ്പോസിഷൻ റേറ്റ് ഇന്ന ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് എന്താണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ബേസിസിലാണ് ഡാറ്റ ഗ്രൂപ്പ്ഡായിട്ട് അനലൈസ് ചെയ്തിരിക്കുന്നത് ബൈ പ്ലോട്ടിംഗ് ഗ്രാഫ്സ് ആൻഡ് ബൈ ഡയഗ്രംസ് ആൻഡ് സോ ഓൺ. Then results. Litter production rate varies with the stands of age. Stands of age means the rate of litter production usually increase with the increasing age of stands. That is ഏജ് കൂടുന്നതിനനുസരിച്ച് എന്നാൽ ലിറ്റർ പ്രൊഡക്ഷൻ്റെ റേറ്റിന് വേരിയേഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ അബയോട്ടിക് ഫാക്ടേഴ്സ് സച്ച് ആസ് വിൻഡ് വെലോസിറ്റി, ടെമ്പറേച്ചർ, ഇവാപറേഷൻ ആൻഡ് റെയിൻഫോൾ മേ ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ലിറ്റർ പ്രൊഡക്ഷൻ ഇൻ മാംഗ്രോവ്. സോ അബയോട്ടിക് ഫാക്ടേഴ്സ് like these, that is the velocity, temperature, evaporation, rainfall, ഇങ്ങനെയുള്ള എല്ലാ അബയോട്ടിക് ഫാക്ടേഴ്സിനും ലിറ്റർ പ്രൊഡക്ഷന് ഒരു എന്താണ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ദെൻ ഹയർ റേറ്റ് ഓഫ് ലിറ്റർ പ്രൊഡക്ഷൻ ഇസ് യൂഷ്വലി ഒബ്സർവ് ഇൻ ഡ്രൈ സീസൺ. ഡ്രൈ സീസണിലാണ് ലിറ്റർ പ്രൊഡക്ഷൻ്റെ അബൻഡൻസ് കാണുന്നത്. ദ വേരിയബിലിറ്റി ഓഫ് ലിറ്റർ പ്രൊഡക്ഷൻ ഇൻ മാംഗ്രോവ്സ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ടൈഡൽ ഇനണ്ടേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ലിറ്റർ പ്രൊഡക്ഷനിൽ വേരിയബിലിറ്റി കാണുന്നുണ്ട് മാംഗ്രോവ് ഏരിയാസിൽ. ദെൻ ഹൈ റേറ്റ് ഓഫ് ലിറ്റർ പ്രൊഡക്ഷൻ ഇസ് ഒബ്സർവ് ഇൻ മിഡ് ടൈഡൽ ലെവൽ കമ്പയർ ടു ലോ ആൻഡ് ഹൈ ടൈഡൽ ലെവൽ. ഹൈ ടൈഡൽ ലെവലിനെയും ലോ ടൈഡൽ ലെവലിനെയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മിഡ് ടൈഡൽ ലെവലിലാണ് റേറ്റ് ഓഫ് ലിറ്റർ പ്രൊഡക്ഷൻ്റെ ഇൻക്രീസ് കാണുന്നത്. Then decomposition of organic matter occurs in 3 phases such as leaching of soluble components, microbial oxidation of refractory components such as cellulose and lignin, and physical and biological fragmentation. ഈ 3 phases-ലാണ് decomposition of the organic matter നടക്കുന്നത്. Then moisture content accelerates the rate of decomposition. Moisture rate കൂടുന്നതിനനുസരിച്ച് decomposition rate കൂടുന്നു. And as well as tidal level and salinity has a great role in this. Tidal levelനും അതുപോലെ തന്നെ salinityക്കും decomposition ഒരു വളരെ significant ആയിട്ടുള്ള റോൾ ഉണ്ട്. Then feeding and mechanical breakdown by micro and macroorganisms, that is macroorganisms, crabs, okay, crabs അതുപോലെ തന്നെ earthworms, fishes, increases the rate of decomposition and thereby increases the fertility of soil. So ഇവരുടെ റോളും എന്ത് ചെയ്യുന്നുണ്ട്, ഡികമ്പോസിഷൻ റേറ്റ് കൂട്ടുന്നുണ്ട്. സോ ഡികമ്പോസിഷൻ റേറ്റ് കൂടുക എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ ഇത് ഓർഗാനിക് മാറ്റർ ആയതുകൊണ്ട് ആ ഒരു ഏരിയയിലെ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത് വിൽ ബി വെരി ഹൈ, അല്ലെങ്കിൽ വളരെ ന്യൂട്രിയൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള സോയിൽ ആയിരിക്കും. ദെൻ കൺക്ലൂഷൻ. Litter production in mangrove varies widely with the species, forest type, stand age, geographical location and environment parameters. So litter production vary ചെയ്തുകൊണ്ടേയിരിക്കും. സ്പീഷീസ്, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് മാംഗ്രോവ്സ് സ്പീഷീസിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഫോറസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ഫോറസ്റ്റ് ടൈപ്സ് ഉണ്ട്. അവിടെ വരുന്ന ലിറ്ററിൻ്റെ പ്രൊഡക്ഷൻ വിൽ ബി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ലിറ്റർ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് അവിടെ ഡികമ്പോസിഷൻ്റെ റേറ്റ് കൂടും. ദെൻ സ്റ്റാൻഡ് ഏജ് കൂടുന്നതനുസരിച്ചാണ് ലിറ്റർ പ്രൊഡക്ഷൻ കൂടുക എന്ന് പറഞ്ഞു. ദെൻ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ലാറ്റിറ്റ്യൂഡും ഓൾട്ടിറ്റ്യൂഡ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക്, ടെമ്പറേച്ചർ അവൈലബിലിറ്റി, അതുപോലെ അബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ലിറ്റർ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻവയോൺമെൻറ്റൽ പാരാമീറ്റേഴ്സ്, that is rainfall, temperature, wind, etc. Then higher rate of litter production is observed at the lower latitudes. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ലോവർ ലാറ്റിറ്റ്യൂഡ്സ്, ദാറ്റ് ഇസ് ട്രോപ്പിക്കൽ റീജിയനിലാണ് ലിറ്റർ പ്രൊഡക്ഷൻ്റെ എമൗണ്ട് കൂടുതലാണെന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിക്രീസസ് ലീനിയർലി ബൈ ഇൻക്രീസിങ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ലിറ്റർ പ്രൊഡക്ഷൻ്റെ എമൗണ്ട് കുറയുന്നു എന്ന് പറയുന്നു. Decomposition of the leaf litter is characterized by an initial leaching of soluble organic and inorganic compounds with subsequent colonization by microorganisms
which initiates physical and biological fragmentation of the plant material. So leaching ആണ് ആദ്യം നടക്കുന്നത് പ്രോസസ്സ് എന്ന് വെച്ചാൽ the first phase of the decomposition എന്ന് പറഞ്ഞു. ലീച്ചിങ്ങിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒരു റോളുണ്ട്. ആൻഡ് അത് എന്ത് ഇനീഷ്യേറ്റ് ചെയ്യുന്നു? ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ. ലിറ്റർ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് മണ്ണിൽ ഡിസോൾവ് ആവാനും പ്ലാന്റ് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഡികമ്പോസ് ചെയ്ത് എന്താണ് ഒരു കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ട് മണ്ണിൽ അലിഞ്ഞു ചേരും ആരുടെ റോള് കൊണ്ട്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇൻ്റർവെൻഷൻ കൊണ്ട് ബൈ ലീച്ചിങ്. ഓക്കെ. Litter degradation rate varies with the species, geographical location, degree and frequency of tidal inundation, climatic and edaphic factors, and presence of litter consuming fauna and mangrove forest. So litter degradation rate സ്പീഷീസിനനുസരിച്ച്, അതുപോലെ തന്നെ ലൊക്കേഷൻ, അതുപോലെ ഡിഗ്രി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ടൈഡൽ ഇനണ്ടേഷന് നല്ല റോളുണ്ട്. ആൻഡ് ക്ലൈമറ്റിക് ആൻഡ് എഡഫിക് ഫാക്ടേഴ്സ് ആൻഡ് എഡഫിക് ഫാക്ടേഴ്സ് ആൻഡ് പ്രസൻസ് ഓഫ് ലിറ്റർ കൺസ്യൂമിങ് ഫോണ ആൻഡ് മാംഗ്രോ ഫോറസ്റ്റിൽ ലിറ്റർ കൺസ്യൂമിങ് ആയിട്ടുള്ള ഫോണ ഓർഗാനിസംസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഡികമ്പോസിഷൻ റേറ്റ് കൂടും. അപ്പം എന്താണ് അതിൻ്റെ യൂട്ടിലൈസേഷൻ കൂടും. ദറ്റ് ഈസ് പ്രൊഡക്ഷൻ അനുസരിച്ചുള്ള യൂട്ടിലൈസേഷൻ, ഡികമ്പോസിഷൻ നടന്ന് യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെയുള്ള ഫോന, അവരുടെ ഫുഡ് വെബ് ആൻഡ് എവറിത്തിങ് വിൽ ബി ഗുഡ്. Okay. Then in mangroves, higher rate of microbial decomposition of litter is observed in litter with a lower content of tannin and leaves with thin cuticle. That is, mangroves higher rate of microbial decomposition. Microbes അധികവും ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് litter with a lower content of tannin and ക്യൂട്ടിക്കൽ എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഉള്ളിലേക്ക്, ദാറ്റ് ഈസ് ലീവ്സിൻ്റെ എന്ന് വെച്ചാൽ ലീഫ് റിമെയിൻസിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ ആഴ്ന്നിറങ്ങിയിട്ട് അതിൽ ആക്ഷൻ, ദാറ്റ് ഈസ് ദ ഡീഗ്രഡേഷൻ ആക്ഷൻ എടുക്കാൻ ബാക്ടീരിയാസിന് സുഖമായിരിക്കും. സോ തിക്ക് ക്യൂട്ടിക്കലൊക്കെ ആണെങ്കിൽ അത് നല്ല പ്രൊട്ടക്റ്റീവ് ആണെന്നുള്ള അർത്ഥം. സോ തിൻ ക്യൂട്ടിക്കലും അതുപോലെ തന്നെ ടാനിൻ കണ്ടൻറ്റൊക്കെ കുറവാണെങ്കിൽ അതിൻ്റെ ലോവർ കണ്ടൻറ്റാണ് ലിറ്ററിൻ്റെ എമൗണ്ടിനെ കൂട്ടുന്നത്, അതായത് ഡികമ്പോസിഷൻ്റെ റേറ്റിനെ കൂട്ടുന്നത്. ദെൻ അതുപോലെ വെറ്റ് സീസൺ ആവുന്ന സമയത്ത് ബാക്ടീരിയാസിൻ്റെ ആക്ഷൻ കൂടുതലായിരിക്കും. ആൻഡ് ലോവർ ടൈഡൽ ഇനണ്ടേഷൻ ക്ലാസ്സസ് ആൻഡ് എക്സെട്ര. ആൻഡ് നമ്പർ ഓഫ് റെഫറൻസസ് എന്ന് പറയുന്നത് 85 ആണ്. ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.